ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ ഡോക്ടർ ഷാജഹാൻ മുഹമ്മദ്, ഓർത്തോഡോണ്ടിസ്റ്റ് ആണ്. നിങ്ങളുടെ കമ്പിട്ടതിന് ശേഷമുള്ള പല സംശയങ്ങളും കുറെ പേഷ്യൻസ് ഉള്ളതാണ്. അതിന് എല്ലാത്തിനും ഉത്തരം ഞാനിവിടെ നൽകുന്നതാണ്. ഹായ് ഡോക്ടർ, ഒരു പേഷ്യൻറ്റിൻ്റെ ഡൗട്ട് ഇതാണ്. കമ്പി ഇട്ടതിന് ശേഷം പുള്ളി കമ്പി എടുത്തു, അതിനുശേഷം ഒരു യെല്ലോ കളറുണ്ട്. അത് പോകുമോ? അത് പോവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമ്പി ഇട്ട് കഴിഞ്ഞാൽ ആ യെല്ലോ കളർ വളരെ സ്വാഭാവികമായിട്ട് എല്ലാ പേഷ്യൻസ് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് ഭയപ്പെടേണ്ടതൊന്നുമില്ല. അത് ഒരു ഓർത്തോഡോക്സ് പല്ല് കമ്പി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ഓർത്തോ ക്ലിനിക് ഒരു BDS ഡോക്ടർ ഉണ്ടാവും. അപ്പൊ പല്ല് നല്ലപോലെ സ്കെയിലിംഗ് ചെയ്തിട്ട് കുറച്ചൊക്കെ പല്ല് യെല്ലോ കളർ ഡിമിനിഷ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്, പല്ല് സ്കെയിലിംഗ് പോളിഷിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അത് കൂടാണ്ട് ഒരു 7 to 10 days 1 week എല്ലാ ദിവസവും പല്ല് കമ്പി എടുത്ത് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അത് പോയിക്കോളും. അത് ഭയപ്പെടേണ്ട കാര്യമില്ല. കുറച്ച് യെല്ലോ കളേഴ്സ് ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പേഷ്യൻ്റ് ഡൗട്ട് എന്ന് വെച്ചാൽ പല്ല് പറിച്ചു കഴിഞ്ഞാൽ തലവേദന എടുക്കും, അവർക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പോൾ പല്ല് പറിച്ചാൽ മൈഗ്രെയിൻ വരുമോ എന്നൊരു പേടിയുണ്ട്. അത് മാത്രമല്ല, ഈ പല്ല് പറിച്ച ഗ്യാപ്പ് അടയാൻ എത്ര നാൾ പിടിക്കും? പല്ല് പറിച്ചു കഴിഞ്ഞാൽ തലവേദന വരാൻ സാധ്യത അങ്ങനെ അസച്ച് അങ്ങനെ പറയാൻ പറ്റുമൊന്നുമില്ല. മേൽ താടിയിട്ട് പല്ല് പറിച്ചു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഡോക്ടർ എന്തായാലും എന്നെ മരുന്ന് എഴുതി തരും, മൈഗ്രെയിൻ്റെ മരുന്ന് ഡോക്ടർ എഴുതി തരും. അത് 1-2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. പല്ലിന്റെ ഗ്യാപ്പ് അടയാൻ എല്ലാ പേഷ്യൻസും ഒരുപോലെ സ്പെസിഫിക് ഇത്ര സമയം വിട്ട് പല്ലിന്റെ ഗ്യാപ്പ് അടയും എങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 0.8 മിനിറ്റ് ഒരു മാസം വെച്ച് കൂട്ടാൻ ഒരു 8 to 10 months എടുക്കും അത് അടയാൻ. മറ്റൊരു പേഷ്യൻറ്റിൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പല്ലിലിപ്പോൾ പല്ല് അടച്ചിട്ടുണ്ട് ടെമ്പററി ആയിട്ട്. അപ്പോൾ പല്ലിൽ കമ്പി ഇടാൻ പോവുകയാണ്. അപ്പോൾ പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഇനി അത് പെർമനൻ്റ് ആയിട്ട് അടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? അതുകൊണ്ടെന്ന് ഒരിക്കലും പല്ല് കമ്പി ഇട്ട് കഴിഞ്ഞ ശേഷം പല്ല് പെർമനന്റ് അടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതല്ല. കാരണം പല്ല് അടയ്ക്കുന്നത് പല്ലിന്റെ മുകൾ ഭാഗത്താണ്, പല്ല് കമ്പി ഇടുന്നത് പല്ലിന്റെ സൈഡ് ഭാഗത്താണ്. പല്ല് താൽക്കാലികമായിട്ട് ടെമ്പററി റെസ്ട്രിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് പെർമനന്റ് റെസ്ട്രിക്ഷൻ അതിന് ശേഷം ചെയ്യുന്ന പല്ല് കമ്പി ഇടുന്നതായിട്ട് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവുന്നതല്ല. ഡോക്ടർ, മറ്റൊരു പേഷ്യൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് പല്ല് കമ്പി ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പല്ല് പറിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് പല്ല് കമ്പി ഇടാൻ പേടിയെന്നാണ് പറയുന്നത്. അപ്പോൾ പല്ല് പറിക്കാതെ തന്നെ കമ്പി ഇടാൻ പറ്റുമോ? പല്ല് പറിക്കേണ്ടത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണോ? പിന്നെ പല്ല് പറിച്ചാൽ ഇത്ര നാൾ വരെ വേദന ഉണ്ടാവും? എല്ലാ കേസും പല്ല് പറിച്ചിട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല. പല്ല് പറിക്കാണ്ട് തന്നെ കമ്പി ഇടുന്ന എത്രയോ കേസുകളുണ്ട്. പല്ല് പറിക്കാണ്ട് കമ്പ്യൂട്ടർ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകാത്ത ട്രീറ്റ്മെന്റ് കേസ് കുറെ ഉണ്ട്. അതുകൊണ്ട് കേസ് അനുസരിച്ച് പല്ല് പറിക്കും, പല്ല് പറിക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യും. പല്ല് പറിക്കുന്നതിന് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ചില കേസ് പല്ല് ഗ്യാപ്പൊക്കെ രണ്ടേത്ത് അടിച്ച് ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും പല്ല് പൊന്നിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും പല്ല് പറിച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് പല്ല് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ 2ാം ഘട്ടത്തിലായി ചില കേസ് പല്ല് പറിക്കേണ്ടത്. എന്തായാലും പല്ല് പറിച്ച വേദന 1-2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പല്ല് പറിക്കാൻ മരുന്ന് ഡോക്ടർ പല്ല് പറിച്ച എന്തായാലും തരുന്നതാണ്. അപ്പൊ അത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മരുന്നൊന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡൈക്ലോ, മെഫ്റ്റൽ ഫോർട്ട്, കുറെ മരുന്നുകളുണ്ട്. വോവറാൻ പ്ലസ്, കുറെ മരുന്നുകളുണ്ട്. ഡൗട്ട് ഇതാണ്, പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം എന്തെല്ലാം ഫുഡാണ് കഴിക്കാൻ പറ്റുന്നത്? അത് തീർച്ചയായിട്ടും ഒരു ഓർത്തോഡോക്സ് പല്ല് കമ്പി ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് തന്നെയാണ്. എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ചോദ്യം വളരെ സ്വാഭാവിക നാച്ചുറലായിട്ട് ചോദ്യം തന്നെയാണ്. പരമാവധി ഈ ഇപ്പൊ ഇറച്ചി, മീൻ അതൊക്കെ കടിച്ച് പറിക്കാവുന്ന ഫുഡ് അതൊക്കെ പീസായി കട്ട് ചെയ്ത് കഴിക്കാം. പിന്നെ ആപ്പിള്, പേരക്ക അതൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് ഉണ്ടല്ലോ. പിന്നെ ചൂയിങ്കം പോലെ സ്റ്റിക്കി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്താൽ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല. മറ്റൊരു പേഷ്യൻറ്റിൻ്റെ ഡൗട്ട് ഇതാണ്, പറിച്ച പല്ലിൻ്റെ ഗ്യാപ്പ് അടയാൻ എത്ര ടൈം എടുക്കും? അത് ഉടനെ തന്നെ അടയാൻ ചാൻസ് ഉണ്ടോ? അത് എങ്ങനെ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എല്ലാവർക്കും പല്ല് ഗ്യാപ്പ് അടയാൻ പെർട്ടിക്കുലർ ടൈം, സ്പെസിഫിക് ടൈം എടുക്കും എന്നുള്ളത് ഒരു കാര്യം. പല പേഷ്യൻസിന് ബോഡി മെറ്റബോളിക് ഫിസിയോളജിക് റിയാക്ഷൻ ചേഞ്ചസ് ഉണ്ട്. ചില പേഷ്യൻസ് 1 മാസം വരേണ്ട 1-1.5 മാസം 2 മാസം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ടൈം ലാപ്സ്, പല്ലിന് ഗ്യാപ്പ് അടയാൻ ടൈം ലാപ്സ് കൂടും. അപ്പൊ എല്ലാ പേഷ്യന്റിനും കറക്റ്റായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പറയാൻ പറ്റുന്നില്ല, സ്പെസിഫിക് ടൈം പറ്റില്ല. എന്നാലും 0.8 മില്ലിമീറ്റർ 1 month വെച്ചിട്ട് അടയേണ്ടതാണ്. ഒരു 8 to 10 months അടഞ്ഞ് നല്ല റിസൾട്ട് കിട്ടേണ്ടതാണ്. ഇനി എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഓർത്തോഡോക്സ് ട്രീറ്റ്മെന്റിനായിട്ട് ഭാഗമായിട്ട് എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്.